കണ്ണൂർ കല്യാശ്ശേരി ദേശീയപാതയിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് തീപിടിച്ചു. അപകടത്തിൽ 2 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. കല്യാശ്ശേരി സഹകരണ ഓഡിറ്റോറിയത്തിന് മുന്നിൽ പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. അഗ്നിശമന സേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുനിൽ ഐസക് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ എത്രമാത്രം ആശങ്കാജനകമാണ് അന്തരീക്ഷം? വാതക ചോർച്ച ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? തീ പടരുന്നുണ്ടോ? പ്രസാദ്, ഒരു പരിധിവരെ കാര്യങ്ങൾ നിയന്ത്രണാതീതമാണ് എന്ന് തന്നെ പറയാം. കാരണം 3 അറകളിലായിരുന്നു ഈ ഗ്യാസ് ഉണ്ടായിരുന്നത്. അതിൽ ഒരറയാണ് പൊട്ടുകയും പിന്നീട് തീ പിടിക്കുകയും ചെയ്തത്. മറ്റ് 2 അറകൾ ഏകദേശം സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഒരു അവസാന വാക്ക് പറയണമെങ്കിൽ IOC തന്നെ വേണം അത്തരത്തിലൊരു നിലപാട് പറയാൻ. അത് മംഗലാപുരത്ത് നിന്ന് IOCയുടെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഇന്ന് പുലർച്ചെ 4:05 അപകടമുണ്ടായത്. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് ചേളേരി പ്ലാന്റിലേക്ക് പോയ ടാങ്കറാണ് കല്യാശ്ശേരി സഹകരണ ഓഡിറ്റോറിയത്തിന് മുന്നിലെ വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയും തുടർന്ന് തീ പിടിക്കുകയും ചെയ്തത്. വാഹനത്തിനുള്ളിൽ ഒരു ഡ്രൈവർ സുനിൽ ഐസക് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ജില്ലാ കളക്ടർ രാജമാണിക്യം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാജമാണിക്യം, ഗ്യാസ് ടാങ്കർ ചോർച്ച ഇപ്പോൾ നിയന്ത്രണ വിധേയമാണോ? തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പൊ നമ്മള് ഇത് ചെയ്യുന്നത് ഒരു ടാങ്കറിലിരുന്ന് ഉള്ള ചോർച്ചയെ കാരണം ഇപ്പോ തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും മംഗലാപുരത്ത് നിന്നും IOCയുടെ വിദഗ്ധർ പെട്ടെന്ന് എത്തിച്ചേരും. മീൻവേൽ ഫോണിൽ അവർ കൂടി ഞാൻ സംസാരിച്ച് അപ്പോൾ അവർ പറഞ്ഞത് ടാങ്കറിന്റെ ബോഡി കൂൾ ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാൽ സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ പോലും നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ അഥവാ സ്ഫോടനം ഉണ്ടായാലും വേറെ ഒരു അപകടം സംഭവിക്കാത്ത രീതിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരെ എല്ലാം മാറ്റി പാർപ്പിക്കാനുള്ളതാണ്. മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. നമ്മൾ മറ്റേ മുൻകരുതലെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിലാണ്. ശ്രീ രാജമാണിക്യം, ഈ ടാങ്കറിന്റെ തണുപ്പ് നിലനിർത്തുക എന്നാൽ തീ ഒരു ഭാഗത്ത് പടരുമ്പോൾ മറുഭാഗത്തേക്ക് വെള്ളം അടിച്ചുകൊണ്ട് അത് നിലനിർത്താൻ കഴിയും എന്നതാണോ? എങ്ങനെയാണ് അതിന്റെ സാങ്കേതികമായി അത് സാധ്യമാവുക? നമ്മളിപ്പോൾ തീപിടുത്തം നിയന്ത്രിക്കാനുള്ളതല്ല നമ്മൾ നോക്കുന്നത് ടാങ്കറുടെ ബോഡി ഹീറ്റായി കഴിഞ്ഞാൽ സ്ഫോടനം ഉണ്ടാകും. ബിക്കോസ് LPG വല്ലാത്ത എക്സ്പാൻഡ് ആയി കഴിഞ്ഞാലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അപ്പോ ടാങ്കറിന്റെ ബോഡി കൂൾ ചെയ്യണം. അപ്പോൾ ഇപ്പൊ അഗ്നിസേന ഒരു 10 ലാരി അടക്കം അത് കൂളിംഗ് ചെയ്യുന്ന പരിപാടിയിലാണ് ഉള്ളത്. മീൻവൈൽ അതിനു മുന്നേ IOC അധികൃതർ എത്തിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി തെളിവാകും. പക്ഷേ വലിയതായിട്ട് ഒരു ആശങ്ക ഒന്നും പെടേണ്ട. പൊതുജനങ്ങൾ നമ്മൾ രക്ഷാപ്രവർത്തനം വീഴ്ചയിലേക്ക് എല്ലാവരും റവന്യൂ, പോലീസ്, അഗ്നി എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ രാജമാണിക്യം, ഞങ്ങളോട് പ്രതികരിച്ചതിന്, സഹകരിച്ചതിന്. സുനിൽ ഐസക് വീണ്ടും നമ്മോടൊപ്പം ഉണ്ട്. സുനിൽ, കളക്ടറുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടത്. ആശങ്കാജനകമല്ല സ്ഥിതി എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോഴും അത് എത്രമാത്രം, എങ്ങനെ അതിൻ്റെ സാങ്കേതികത, എങ്ങനെ ഒരു അപകടം ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് എന്താണ് വിദഗ്ധർ പറയുന്നത്? പ്രസാദ്, കളക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കൃത്യമായ ഒരു ധാരണ സത്യത്തിൽ ഇവിടുത്തെ ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ മറ്റുള്ളവർക്കോ ആർക്കും തന്നെ ഇല്ല. ഇത് എങ്ങനെ സ്ഫോടനം വലിയ രീതിയിലേക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ സാങ്കേതികമായ അറിവ് കിട്ടണമെങ്കിൽ, അത്തരത്തിലൊരു നീക്കം നടത്തണമെങ്കിൽ തീർച്ചയായും IOCയുടെ വിദഗ്ധർ എത്തണം. എന്തായാലും ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപകടം നടന്ന 15 മിനിറ്റിനുള്ളിൽ തന്നെ തളിപ്പറമ്പിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയും തീ അധികം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തു. അതിനൊപ്പം തന്നെ സമീപത്ത് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വീടുകളിൽ നിന്ന് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഇടപെട്ട് മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി. തുടർന്ന് ഇപ്പോൾ കളക്ടർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളം ചെയ്തിട്ട് ഇതിന്റെ മറ്റ് 2 ടാങ്കറുകളുണ്ട്, അറകളുണ്ട്. ഈ അറകളെ തണുപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മറ്റ് 2 അറകൾ. സുനിൽ ഐസക് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ സ്ഥലം MLA TV രാജേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ TV രാജേഷ്, എന്താണ് സ്ഥലത്തെ ഇപ്പോഴത്തെ അവസ്ഥ? പ്രദേശവാസികളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഗ്യാസ് ടാങ്കറിലെ ചോർച്ച നിയന്ത്രിക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഏതായാലും ഇപ്പോ ആഭ്യന്തരമന്ത്രി IOCയുടെ ഒരു പ്രത്യേക സംഘം ഇതിന് പൂർണ്ണമായും നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും
ഇനിയും മണിക്കൂറുകളോളം ഇത് കത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം മോണിറ്റർ വെച്ച് ടാങ്കർ തണുപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം ജസ്റ്റ് 1 കിലോമീറ്റർ അകലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് മുൻ അനുഭവങ്ങൾ ഉള്ളതാണ്. ശ്രീ രാജേഷ്, വീണ്ടും ഒരു ദുരന്തം ആവർത്തിക്കുന്നതിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നു. എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ജില്ലാ ഭരണകൂടവും മൊത്തം എല്ലാ സംവിധാനങ്ങളും? അല്ല, ഇതിലെന്താണെന്ന് വെച്ചാൽ 4:10 ഈ വാർത്ത നമ്മുടെ ബാങ്കിന്റെ പാപ്പിനിശ്ശേരി റൂറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ വെച്ചിട്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പോ ഇപ്പോഴും ഈ ആളിക്കെത്താൻ ഞാൻ സ്പോട്ടിലാണുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പര്യാപ്തമായ പെട്ടെന്ന് ഇതിനെ പ്രതിരോധിക്കാനും ഇതിനെ നിർവീര്യമാക്കാനും ജനങ്ങളുടെ ആശങ്ക അകറ്റാനും ആവശ്യമായ ഒരു സാങ്കേതിക വിദ്യ ഇപ്പോഴും നമുക്ക് വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. നമ്മുടെ മുന്നിൽ വലിയൊരു അനുഭവമുണ്ട്, വളരെ തിക്തമായ ഒരു അനുഭവം. പക്ഷെ ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നടപടികൾ ഫലപ്രദമാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ്. കണ്ണൂർ SP, വളരെ നന്ദി ശ്രീ TV രാജേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. കണ്ണൂർ SP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു എന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവയ്ക്കുന്നു. പക്ഷേ അത് എങ്ങനെ സാധ്യമാകുന്നു എന്നാണ് പോലീസ് കരുതുന്നത്? ഇപ്പോൾ 4 മണിക്കാണ് ദുരന്തം. 4 മണി തൊട്ട് ഒരു കൺട്രോൾഡ് ആയിട്ട് ഇത് കത്തുന്നുണ്ട്. 4 മണി തൊട്ട് ഇപ്പൊ 3 മണിക്കൂറിലായി. ആസ് ഓഫ് നൗ ഇപ്പോഴത്തേക്ക് ഒരു കൺട്രോൾഡ് ബർണിംഗ് ആണ് ഉള്ളത്. ഇപ്പൊ ഒരു ഭാഗത്തിന് തണുപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പോതാൽ ഇതേമാതിരി തന്നെ പോതാൽ അടുത്ത 2 മണിക്കൂറിൽ ഇത് പൂർത്തിയാവും, ശാന്തമാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് സ്ഫോടനം കൊണ്ടാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത് മൊത്തം സ്ഥിതി കൺട്രോളിലാണ് ഉള്ളത്, നിയന്ത്രണത്തിലാണ് ഉള്ളത്. വളരെ നന്ദി ശ്രീ ശ്രീനിവാസൻ പ്രതികരിച്ചതിന്. സുനിലൈസക്ക്, എല്ലാവരും പങ്കുവയ്ക്കുന്നത് അതുതന്നെയാണ്. ഒരു സ്ഫോടനം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതെങ്ങനെ എന്ന് പറയുന്നതിൽ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. പ്രസാദ്, തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ മുമ്പും പറഞ്ഞത്. കാരണം നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ മന്ത്രി KP മോഹനൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മന്ത്രി മോഹനന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിഗതികൾ പോലീസും അതുപോലെ തന്നെ ADM-ഉം തഹസീൽദാരന്മാരും ചേർന്നിട്ട് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇത് എങ്ങനെ മറ്റൊരു സ്ഫോടനം ഉണ്ടാവാതെ ശ്രമിക്കണം എന്നത് സംബന്ധിച്ചുള്ള സാങ്കേതികമായ അറിവിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. അത് കൃത്യമാണ്. എല്ലാവരും ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നിലവിൽ ദയവായി തുടരുക. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ എന്ത് ഇടപെടലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആശങ്കാജനകമാണ് അന്തരീക്ഷം എന്ന് തോന്നുന്നു. ഞാൻ രാവിലെ KC ജോസഫ് 4 മണിക്ക് മന്ത്രി വിളിച്ച് പറയുമ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പൊ തൊട്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടു. കണ്ണൂർ SP-യും കളക്ടറും ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവം അറിഞ്ഞുടനെ തന്നെ പോലീസ് അവിടെ ഉണ്ടായിരുന്ന തദ്ദേശവാസികളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു. ജനങ്ങളുടെ സഹകരണം വളരെയേറെ അവിടെ ലഭിക്കുന്നുണ്ട്. കണ്ണൂർ നോർത്തേൺ റേഞ്ച് ADGP ശങ്കർ റെഡ്ഡിയോട് സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹൻ പാനൂരിൽ നിന്ന് കല്യാശ്ശേരിക്ക് തിരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആളപായമൊന്നുമില്ല. അത് ചെറിയ പരിക്കുകൾ 1-2 പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ വീരപ്പ മൊയ്ലി പെട്രോളിയം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്ന് IOC ചെയർമാൻ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്ത് നിന്ന് ഈ ഗ്യാസ് ലീക്ക് ചെയ്താൽ അതിന് തടയാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന ടീമിനെ കല്യാശ്ശേരിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ വൈകാതെ അവിടെ യാത്ര ചെയ്ത് വരേണ്ട സമയം മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂറിനകം അവരെത്തുമെന്നാണ് പ്രതീക്ഷ. അത് വന്നു കഴിഞ്ഞാൽ ഈ പൂർണ്ണമായി ഡിഫ്യൂസ് ചെയ്യാൻ കഴിയും. അഗ്നിശമന വിഭാഗത്തോട് ടാങ്കർ ലോഡി തണുപ്പിക്കാനുള്ള നടപടികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അത് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശങ്കയുടെ ആവശ്യം ഇപ്പോഴില്ല. പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നുണ്ട്. അത് വലിയ ദുരന്തം ഒഴിവാക്കാൻ ഉള്ള എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്.